1987 തങ്കമണിയിൽ ഒരു പോലീസ് അതിക്രമം ഉണ്ടായിരുന്നു. ആ അതിക്രമത്തെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടാണ് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കി ഇടതുപക്ഷം ഭരണത്തിലേക്ക് വന്നു. എന്ന് പറഞ്ഞ പോലെ ഈ രാഹുൽ മാങ്കൂട്ട വിഷയം ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരെ നീട്ടിക്കൊണ്ടുപോയിട്ട് അതുവരെ ഒറ്റപ്പെട്ട രാഹുൽ ഈശ്വർ, അതുപോലെ അല്ലെങ്കിൽ സന്ദീപ്, അതുപോലെ രാഹുൽ ഈശ്വർ ഇപ്പോൾ ഓൾറെഡി പോലീസ് കസ്റ്റഡിയിലായി. അതേപോലെയുള്ളവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇദ്ദേഹത്തെ ഇത് വീണ്ടും ചർച്ചയാക്കിക്കൊണ്ടിരിക്കും. അതായത് ഇപ്പോൾ രാഹുൽ ഈശ്വറിന്റെ സഹധർമ്മിണി ദീപ മാഡം കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തി. എൻ്റെ ഭർത്താവിനെതിരെ കേസിൽ തെളിവുകളൊന്നും ഇല്ലാതെയാണ് കോടതിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്, അദ്ദേഹം അങ്ങനെ റിവീൽ ചെയ്തിട്ടില്ല ഇരയുടെ പേര് എന്നാണ് പറയുന്നത്. വേണമെങ്കിൽ വാദത്തിന് അത് നമ്മൾ അംഗീകരിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ഇരയുടെ പേര് വെളിപ്പെടുത്താതെ ഒരു കാര്യമാണ് അദ്ദേഹം ചെയ്തതെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയോ റിമാൻഡ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ പോലീസ് എഴുതി ചേർത്തിരിക്കുന്ന കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ റിമാൻഡിന് അനുസൃതമായ രീതിയിൽ പോലീസ് ഒരു FIR അവിടെ ഉണ്ടാകുമല്ലോ കോടതി കൊണ്ട്, അതിൽ പറയുന്ന കാര്യങ്ങളിൽ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ഉണ്ടെങ്കിൽ കോടതിക്ക് ഈ വ്യക്തിയെ റിമാൻഡ് ചെയ്യേണ്ടി വരും. ആര്? രാഹുൽ ഈശ്വറിനെ. അപ്പോൾ കോടതിക്ക് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യുന്ന രീതിയിൽ പോലീസ് ഒരു കാര്യം എഴുതിയാൽ അതിന് പ്രാഥമികമായിട്ട് തെളിവ് കൊടുക്കേണ്ട ആവശ്യമില്ല. പോലീസ് പറഞ്ഞാൽ മതി. അതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ്, പ്രതിക്ക് ജാമ്യം കൊടുത്താൽ അന്വേഷണത്തെ ബാധിക്കുമെന്ന് പറഞ്ഞാൽ അവിടെ റിമാൻഡ് ഉറപ്പാകും. അപ്പൊ ഇങ്ങനെ ഒരു റിപ്പോർട്ട് എഴുതണമെങ്കിൽ പോലീസിന് സമ്മർദ്ദം ഉണ്ടാകാൻ പാടില്ലെന്നുണ്ടോ?